എല്ലാവർക്കും നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. വളരെ എന്താ പറയാ, ബോറിംഗ് ആയ കുറച്ച് ദിവസങ്ങളാണ് ലിവർപൂൾ സംബന്ധിച്ചോളം. കാരണം പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഒന്നും കളി നടക്കുന്നുണ്ട്, അടുപ്പിച്ച് കളി നടക്കുന്നുണ്ടെങ്കിലും കാര്യമായി ചർച്ച ചെയ്യാൻ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്നത്തെ എപ്പിസോഡ് വേണോ വേണ്ടിയോ, കാരണം സംസാരിക്കാനൊന്നും ഇല്ല അല്ലെ സ്വരൂപേ? സംസാരിക്കാനില്ല എന്താ നമുക്ക് സംസാരിക്കാൻ എന്താണ് നമുക്ക് അതിനെ കുറിച്ച് അവസാനം പറയാം. നമുക്ക് നമ്മുടെ സ്ഥിരം പോഡ്കാസ്റ്റ്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഫോർമാറ്റിൽ കഴിഞ്ഞ കളിയിൽ എന്ത് സംഭവിച്ചു എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാനില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം അല്ലെ? ശരിയാണ്. നല്ല കളിയായിരുന്നു. അതായത് നമ്മൾ ചില സിനിമകളെ കുറിച്ച് പറയില്ലേ, അതായത് ക്ലൈമാക്സ് ഒഴികെ ബാക്കി എല്ലാം കിടിലായിരുന്നു. അതായത് സിനിമ തുടങ്ങി ഇന്റർവെൽ വരെ കുഴപ്പമില്ലാണ്ട് പോയി. സെക്കൻഡ് ഹാഫ് ഒരു ടേക്ക് ഓഫ് ആയിരുന്നു. നല്ല രീതിയിൽ വില്ലനൊക്കെ അടിച്ച് തെറിപ്പിച്ച് നമ്മളിങ്ങനെ വിജയ് സിനിമ പോലെ ഇങ്ങനെ പോയി 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 പെട്ടെന്നുണ്ട് ഇബു ഒരു ബോംബ്, 2 ബോംബ്, പിന്നെ നമ്മളൊരു സ്പിരിറ്റ് കാണിച്ച് സ്ഥിരം എന്താ പറയാ ആധുനിക ജെറാർഡ് ഒരു ഗോളൊക്കെ അടിച്ചു. പിന്നെ ദേ കിടക്കുന്ന ടീം സെറ്റ് പീസ്, നമ്മുടെ സ്ഥിരം ശത്രു. ഡ്രോ ആണ്. ഡ്രോ ഇല്ലാതെ സങ്കടം ഉണ്ടായിരുന്ന സുദീപിന്. ആ ഡ്രോ ഇപ്പൊ 2 റൺ അടുപ്പിച്ച് ഡ്രോ ആയി. എന്താണ് ആർക്ക് വേണം തുടങ്ങാം? എന്താണ് അവസ്ഥ? റിസൾട്ട് വൈസ് നോക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഒരു പോസിറ്റീവ് മൂഡ് വരാൻ ചാൻസ് ഇല്ല. പ്രൊമോട്ട് ആയ സുദീപ് വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ ടെൻഷൻ വേണ്ട. അപ്പൊ അല്ല, പക്ഷെ നമ്മളിപ്പോ അടുപ്പിച്ച് കളിച്ച സണ്ടർലാൻഡ് പ്രൊമോട്ടഡ് ടീമാണ്, ലീഡ്സ് പ്രൊമോട്ടഡ് ടീമാണ്. ദീസ് ആർ ദ മാച്ചസ് വി ഷുഡ് വിൻ. അത് എങ്ങനെ സ്പിൻ ചെയ്താലും, നമ്മൾ എന്ത് ലോ ആണ് എന്ന് പറഞ്ഞാലും ദീസ് ആർ ദ മാച്ചസ് വി ഷുഡ് വിൻ. അതിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് വൈ ആർ വി കോൾഡ് ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്, അല്ലെങ്കിൽ വൈ ആർ വി ദ ചാമ്പ്യൻസ് ഓഫ് ദ കൺട്രി. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ദിസ് ഇസ് സ്റ്റിൽ അൺആക്സെപ്റ്റബിൾ. നമ്മൾ അത്രയും താന്നിട്ടുണ്ട്, റെലഗേഷൻ ലെവലിലാണ് നമ്മളെ ഫോം. അതുകൊണ്ട് ദിസ് ഇസ് ആക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി എവിടെങ്കിലും ഒന്ന് ഒരു ഒപ്റ്റിമിസം അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടിച്ചു തൂങ്ങുക എന്നൊക്കെ പറയുന്നില്ലേ, ആരവസ്ഥയാണിത്. 2-2 ഡ്രോവും 3-3 ഡ്രോ ഒക്കെ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല നല്ലതാണെന്നുള്ളത്. സ്വരൂപ എന്താണ് സുദീപിലേക്ക് പോകുന്നതിന് മുമ്പ്? സ്റ്റാർട്ടിങ് നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ തന്നെയാണ്. നമ്മള് ഗോള് കൺസൈഡ് ചെയ്യണ വരെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചത്. കിട്ടിക്കിടെ 2 ഗോൾ അടുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോ നമ്മള് നല്ല അടിപൊളി സംഭവമായിട്ട് തോന്നി. പിന്നെ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ 2 കയറി. അതാണ് ആ കൺസീഡ് ചെയ്യണതിന്റെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. പക്ഷെ സോബോസ്ലയുടെ ഗോള് പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു എന്താ പറയാ, സാധാരണ നമ്മൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെർഫോമേ ചെയ്യാറില്ല. ബട്ട് ഒരു ഗോള് വന്നു നമ്മൾ പറഞ്ഞ പോലെ. ബട്ട് എന്ത് ചെയ്യാം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നാരോൺസിന്റെ കേസ്, അവൻ വന്ന് ഒരു അസിസ്റ്റ് കിട്ടു അവസാനം വന്ന്. ഞാൻ ഭാഗ്യം അവൻ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് ഞാൻ ഭാഗ്യം എന്നൊക്കെ വിചാരിച്ചു. സബ് ഇറങ്ങി വന്നിട്ട് വീണ്ടും ഒരു അസിസ്റ്റ് ഇട്ട് കളി. എനിക്ക് എന്താ കാത്തിരിക്കുന്നു. എന്ത് അങ്ങനെയില്ല, നമ്മള് ഞാൻ പറഞ്ഞല്ലോ 3 മാച്ച് നമ്മൾ തോറ്റില്ല എന്നുള്ളതാണ്. അൺബീറ്റൻ തന്നെയാണ് നമ്മളിപ്പോ 3 മാച്ചായിട്ട്. അതും അങ്ങനെ ഒരു കാര്യം ഉണ്ട്. ഈ പറഞ്ഞ പോലെ 2-0 നിൽക്കുന്ന സമയത്ത് നല്ല രസമായിട്ട് നമ്മൾ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ആ സിസ്റ്റം നമ്മൾ തിരിച്ചതിലേക്ക് ആ ട്രാൻസിഷന്റെ അതൊക്കെ സ്ഥലമില്ലാണ്ടുള്ള ട്രാൻസിഷൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കുറച്ചുകൂടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു വേർഷൻ നമ്മൾ അതുവരെ കണ്ടു. പക്ഷെ പിന്നെ സംഭവിച്ച ആ മിസ്റ്റേക്സ്, നമ്മുടെ
കൊണാട്ടെ ആയാലും BVD ഏർലി ഒരു മിസ്റ്റേക്ക് ചെയ്തിരുന്നു. അതപ്പോ ഗോൾ വീണായിരുന്നെങ്കിൽ അവിടെ മുതൽ പ്രശ്നമായേനെ. BVDയുടെ ഒരു ഹെഡർ ഉണ്ടായിരുന്നല്ലോ ബാക്കിലേക്ക് ആലിസിന് വേണ്ടി ഇട്ടുകൊടുത്തത്, കറക്റ്റ് ഫോർവേഡിന്റെ അടുത്തേക്ക് പോയത്. അപ്പൊ അങ്ങനെ സെന്റർ ബാക്സിന്റെ അടുത്ത് നിന്നുള്ള മിസ്റ്റേക്സിൽ, അതായത് കൊണാറ്റയുടെ ഒരു വലിയ മിസ്റ്റേക്കില് അവിടെ ഗോൾ വീണതോടുകൂടി പിന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് പോവുകയും, അതാ ഞാൻ പറയാം മെന്റാലിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ മെന്റാലിറ്റി പ്രശ്നങ്ങളൊക്കെ അവിടെ പുറത്തു വന്നു. പിന്നെ അപ്പൊ തന്നെ ഗോൾ കൺസീഡ് ചെയ്തു, പിന്നെ ഫ്രസ്ട്രേഷൻ ആയി. പിന്നെ നമ്മൾ നല്ലൊരു ഗോൾ സ്കോർ ചെയ്തെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു നെർവസ് സ്റ്റേറ്റില് സെറ്റ് പീസ്, ക്രൂഷ്യൽ സമയത്ത് നമ്മൾ അതുവരെ സെറ്റ് പീസ് ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തെങ്കിൽ ആ സമയത്ത് സെറ്റ് പീസ് ഗോൾ, അങ്ങനെ 3-3. അപ്പോൾ അത് റിസൾട്ട് വൈസ് പറഞ്ഞ പോലെ ഡിസപ്പോയിന്റിംഗ് ആണ്. ബട്ട് ഇൻ ദ ലോങ് ടേം ഇത് ഈ മറ്റ് പ്രശ്നങ്ങൾ അഫക്ട് ചെയ്യാതെ ഇരുന്നെങ്കിൽ, ആ പ്രശ്നം നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും, അത് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഒരു മൊമെന്റത്തിൽ കൂടെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ പ്ലേയേഴ്സ് എന്തൊക്കെയാ അവര് സംഭവിക്കണെന്ന് പറയാൻ പറ്റില്ല. അതായത് സുദീപ് പറഞ്ഞ പോയിന്റിൽ, എല്ലാവരുടെ പോയിന്റിലും ഈ നെഗറ്റീവ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ചിലപ്പം പറയില്ല, അതായത് സം വിൻസ് പെപ്പർ ഓവർ ദ ക്രാക്സ്, അതായത് നമ്മുടെ ഡെഫിഷ്യൻസീസ് മറച്ചു വെക്കും. ബട്ട് ഇന്നലത്തെ സാറ്റർഡേ ഗെയിം ഐ തിങ്ക് സം തിങ്സ് വെർ ഗുഡ്. അതായത് ശരിക്കും പറഞ്ഞാൽ till 60 minutes we actually controlled the game pretty well. ആ 2 ഗോള് വന്നു, we looked very composed. ഞാനും വിചാരിച്ചു അതായത് വളരെ എന്താണ് ഒരു കംഫർട്ടബിൾ ആയ ഒരു ഗെയിമാണ് ഒരുപാട് നാളിന് ശേഷം എന്നുള്ള ഫീല് വന്നു. പക്ഷെ ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് നമ്മുടെ ഈ കോൺഫിഡൻസ് പോകുന്നു എന്ന് പറയുന്നത് ഒരു മെന്റാലിറ്റി പ്രശ്നമാണോ, ഓർ ആക്ച്വലി ഇപ്പം സുദീപ് സ്ഥിരമായിട്ട് പറയുന്ന ഒരു വിഷയമുണ്ട്, വാൻഡൈക്ക്, കൊണാട്ടെ, ആലിസൺ ഓർ ഹൂവർ ഇസ് ദ ഗോൾ കീപ്പർ, ഈ 3 പേരിലുള്ള കോൺഫിഡൻസ് ആണോ നമ്മുടെ അതിന്റെ ഫ്രണ്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് വരാത്തത് എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നു. കാരണം കൊണാട്ടെ ഹാസ് ബീൻ അബിസ്മൽ ടു ബി ഓണസ്റ്റ്. കൊണാട്ടെ നമുക്ക് ശരിക്കും ഗഹി ഇല്ലാത്തത് കൊണ്ട്, ലിയോണി ഇഞ്ചുറി ആയത് കൊണ്ട്, ഗോമേസ് സ്ഥിരമായിട്ട് പരിക്കായത് കൊണ്ട് മാത്രമാണ് കൊണാട്ടെ കളിക്കുന്നത്. ഈ കൊണാട്ടയുടെ ഈ ഔട്ട് ഓഫ് ഫോംനെസ് ഇപ്പം വാൻഡൈക്കിലേക്കും ഹൂവർ ഇസ് പ്ലേയിങ് റൈറ്റ് ബാക്ക് അവരിലേക്കും വന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മള് ഇത് ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട് നമ്മളിങ്ങനെ ഉരുണ്ട് മെന്റാലിറ്റി, I think we have a very bad defense. നമ്മൾ ഒരു ഗോൾ കൺസീഡ് ചെയ്യുമ്പോൾ പ്ലേയേഴ്സ് ബാഡ് ആവുന്നതാണോ? ആ ഡിഫൻസ് നമ്മൾ കൺസീഡിങ് സോ മെനി ഗോൾസ്, ഈ ഡിഫൻസിന്റെ മുകളിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഒരു മെന്റാലിറ്റി പ്രശ്നമായി മാറിയത് എന്ന് ഞാൻ പറയുന്നത്. കാരണം ഒന്നെങ്കിൽ ആദ്യം തന്നെ കൺസീഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗോൾ മേടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവണം. കാരണം ഫോർവേഡ്സിന് ഇപ്പം വേർഡ്സ് ആണെങ്കിലും മിസാക്ക് ആണെങ്കിലും സൊബോസ്ലൈ, മെക്കാരിസ്, ഹൂവർ ഒരു ഗെയിം ഒരു പ്രോഗ്രസ് നമുക്ക് ഇതുവരെ ഒരു നോർമൽ ഗെയിം കണ്ടിട്ടേ ഇല്ല നമ്മൾ. ആൻഡ് വെൻ ഇറ്റ് ലുക്ക് ലൈക്ക് 2-0 എവരിബഡി എൽസ് അപ്പാർട്ട് ഫ്രം ഡിഫൻസ് ലുക്ഡ് ഓക്കെ. എന്താണ് സ്വരൂപ പറഞ്ഞ പോലെ ഗുഹിയുടെ സൈനിങ്ങിന്റെ കേസ് പറഞ്ഞില്ലേ, ഞാനപ്പോ അതും ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത്. കൊണാട്ടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടിയായിരുന്നെങ്കിൽ തന്നെ അത്യാവശ്യം അയാൾക്കൊരു റിഫ്രഷ് ആയിട്ട് പതുക്കെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതാണെങ്കിൽ അയാളുടെ മെന്റലി അയാൾ നല്ലോണം ഡൗൺ ആയി, കാരണം ഒരുപാട് മിസ്റ്റേക്സ് അയാൾ വരുത്തുന്നു എന്നുള്ളത് അവന്റെ തലയിലും ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എല്ലാ കളിയും അവൻ തന്നെ കളിക്കുകയാണ്. അവനൊരു ബ്രേക്ക് കിട്ടിയായിരുന്നെങ്കിൽ അവന് അതിൽ നിന്ന് റിക്കവർ ആയി വരാനും പറ്റും. ഇതിപ്പോ ഞാൻ എല്ലാ പ്രശ്നവും കൂടിയിട്ട് കൊണാട്ടയുടെ തലയിലിടുന്നതല്ല, അയാളുടെ സിറ്റുവേഷൻ. കാരണം അയാള് അത്ര നല്ലൊരു പ്ലെയർ ആയിരുന്നു കഴിഞ്ഞ സീസൺ വരെ. ഈ സീസണിൽ അയാൾക്ക് ഒരുപാട് ഇൻഡിവിജ്വൽ എറേഴ്സ് ഒരുപാട് വരുത്തിയിട്ടുണ്ട്. അതിനെ നോക്കിക്കാണുന്ന ഈ ടാക്ടിക്കൽ ഇഷ്യൂ ആയിട്ട് നോക്കിക്കാണാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് തന്നെയാണ് പലതും. അത് ശരിക്കും ഒരു ബ്രേക്ക്. ഗുഹിയെ നമുക്ക് മിസ്സായതും ലിയോണി ഫസ്റ്റ് മാച്ചിൽ തന്നെ ഇഞ്ചേർഡ് ആയതും വലിയ നഷ്ടം തന്നെയാണ്. ടാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അത്
ഡിഫറെന്റ് ഞാൻ പറഞ്ഞ മാറ്റർ അവിടുന്ന് ആണ് സ്റ്റെം അത്. ആവുന്നതാണോ ഞാൻ ചോദിക്കുന്നത്, അവിടുന്ന് തുടങ്ങിയ ഒരു ഫീൽ എനിക്ക് വരുന്നത്. കൊനാട്ടെ കോൺഫിഡൻസ് ലെവലിൽ കൊനാട്ടെ കോൺഫിഡൻസ് ലെവൽ ഇഷ്യൂ അത് എന്നുള്ളത് നമ്മളില് പ്ലേയേഴ്സ് എന്നുള്ളതല്ല, എൻറ്റയർ സ്പ്രെഡ് സ്റ്റേഡിയം. ആവും. ആൻഫീൽഡിലൊക്കെ കളിക്കുമ്പോൾ തന്നെ കൊനാട്ടേക്ക് ഒരു എന്താ പറയാ, ആലിസൺ ടു കൊനാട്ടെ പാസ് അല്ലെങ്കിൽ മാമ ടു കൊനാട്ടെ പാസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊനാട്ടെ പാസ് ചെയ്താൽ ദ എൻറ്റയർ സ്റ്റേഡിയം ഫ്രീസസ്. അത് ഈവൻ ഇഫ് കൊനാട്ടെ എനിക്ക് ഓക്കെ ഞാൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ വെൻ ദ എൻറ്റയർ സ്റ്റേഡിയം ഗോസ് സൈലന്റ്, ആ പ്രഷറും കൂടി ഉണ്ടാവില്ല ഇനി. അതെ, ആ ഫാൻസിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ഈ പെർഫോമൻസ് കാണുമ്പോൾ എവരിബഡി വിൽ ബി ഡൗൺ, റൈറ്റ്? എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ബട്ട് ദെൻ ഇറ്റ് ഗെറ്റ്സ് കോമ്പൗണ്ടഡ്. എല്ലാ കളി ഇങ്ങനെ തന്നെയല്ലേ. ഏത് കളി കഴിഞ്ഞാലും നമ്മുടെ ഫാൻ റിയാക്ഷനിൽ ആദ്യത്തത് കൊനാട്ടെ ഡിഡ് ദിസ്, കൊനാട്ടെ ഡിഡ് ദാറ്റ്. അത് എന്തായാലും ഇറ്റ് വുഡ് സ്പ്രെഡ് ഔട്ട്. ഇപ്പം നെക്സ്റ്റ് ടൈം കൊനാട്ടേന്റെ അടുത്തേക്ക് ഒരു ബോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ ഒരാള്, മേ ബി മിഡ്ഫീൽഡർ, മേ ബി VVD, മേ ബി റൈറ്റ് ബാക്ക്, ആരായാലും they would step closer. ഓക്കെ കുറച്ചും കൂടി അടുത്തുണ്ടെങ്കിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ദാറ്റ് ലീവ്സ് ഔട്ട് എ ഡിഫറെന്റ് ഗ്യാപ്പ് സംവെയർ എൽസ്. നമ്മൾ എല്ലാവരും ആദ്യം ഡിസിഷൻ ഒക്കെ നോക്കുമ്പോൾ ഓക്കെ ഇന്ന ആൾ ഇന്ന റേഞ്ചിൽ കളിക്കുക, ഇന്ന സോണിൽ കളിക്കുക, ഇന്ന പ്ലേയേഴ്സ് ഇപ്പൊ റൈറ്റ് ബാക്ക് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോഴും അവർക്കുള്ളിൽ തോന്നലുണ്ടാവല്ലോ ഞാൻ കുറച്ച് ബാക്കോട്ട് ഇറങ്ങി നിൽക്കണം, എങ്ങാനും മിസ്സായി പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഇൻഡിഫറൻസ് ആണെങ്കിൽ പോലും ദാറ്റ്സ് ഇൻഡിഫറൻസ്, റൈറ്റ്? അതായത് നമ്മള് സുദീപ ഞാൻ അങ്ങോട്ട് വരാം. അതായത് നമ്മുടെ ഡിഫൻസിനെ നമ്മള് ഫോക്കസ്ഡ്, നമ്മൾ ഇത്രയും നമ്മുടെ എഫിഷ്യൻസി ഇപ്പൊ നമ്മൾ സീസൺ തുടങ്ങി 4 മാസമായി. നമ്മൾ ഇസാക്ക്, വേർഡ്സ്, സല, ഗാക്പോന്റെ മിസ്റ്റേക്സ് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വിത്ത് ആ സ്ക്വാഡ് ഇസ് ദ ഡിഫൻസ്. ഇപ്പൊ കളിക്കുന്നവർ മാത്രമല്ല, കെർക്കേസ് ഇസ് നോട്ട് സെറ്റിൽഡ്. നമുക്ക് റൈറ്റ് ബാക്ക് ഇല്ല ഈ സീസൺ. ഇതുവരെ ഒരു റൈറ്റ് ബാക്ക്, ബ്രാഡ്ലി വരുന്നു പോകുന്നു, ഫ്രിംബോങ് വരുന്നു പോകുന്നു, ഗോമേസ് വരുന്നു പോകുന്നു. നമ്മുടെ ഈ ബാക്കിലെ സ്റ്റെബിലിറ്റി ആൻഡ് ആർ സെറ്റ് പീസ് ഡിഫെൻഡിങ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ആർ പ്രോബ്ലംസ് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം റൈറ്റ് ബാക്കിനെ മര്യാദയ്ക്ക് വെക്കാത്തത് കൊണ്ട്, ഒരു അവിടെ ഇല്ലാത്തത് കൊണ്ട്, ഹൂവർ ഇസ് പ്ലേയിങ് റൈറ്റ് സൈഡ്, സല ആണെങ്കിലും ദേ സ്ട്രഗ്ലിംഗ്. കാരണം അവിടെ ഒരു ഒരു സ്റ്റേബിളായ മൂവ്മെന്റ് ഇല്ല. സെയിം തിങ് ഇസ് ഹാപ്പനിങ് വിത്ത് ദ കെർക്കേസ്. പുള്ളി സെറ്റിൽ ആയിട്ടില്ല. റോബ് ഇടയ്ക്ക് വന്ന് കളിക്കുമ്പോൾ നമ്മൾ ഓക്കെ ആവുന്നുണ്ട്. എന്താണ് സുദീപ്? ഡിഫൻസിന്റെ അത് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. നമ്മള് ഈ VVDയുടെ റിഗ്രസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞു വന്നിരുന്നു. VVDയുടെ മിസ്റ്റേക്സ് കൂടി വരുന്നുണ്ട്. അത് ബാക്കി ഡിഫൻഡേഴ്സിന്റെയും കോൺഫിഡൻസ് അഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ VVDയുടെ ചിലര് തമാശക്ക് ചില ഗ്രൂപ്പിലൊക്കെ പറയും ഓവറ ഡിഫെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. VVD ഓവറ വെച്ച് ഡിഫെൻഡ് ചെയ്യണ അങ്ങനെ നല്ലൊരു. അപ്പൊ VVDയുടെ ഇതെന്താണ്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സെറ്റിൽഡ് ഒരു ഡിഫൻസ് മാത്രമല്ല, സെറ്റിൽഡ് ഒരു ഗോൾ കീപ്പറും ബാക്കിൽ മാറുന്നുണ്ട്. ഇടയ്ക്ക് ഇഞ്ചുറി വന്നപ്പോ മാമ വന്നു. അപ്പൊ മൊത്തത്തിൽ അവിടെ ഒരേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രെച്ച് ഓഫ് ഗെയിംസ് കളിച്ച പ്ലേയേഴ്സ് ഇല്ല. എല്ലാത്തിലും എന്തെങ്കിലും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചേഞ്ച് വരാത്ത ഈ 2 സെന്റർ ബാക്ക് പൊസിഷനിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ചേഞ്ച് വന്നേനെ അവിടെ ഈ പറഞ്ഞ പോലെ വേറെ പ്ലേയേഴ്സ് ഇല്ലാത്ത കാരണമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ബാക്കിയുള്ളതെല്ലാം സ്ലോട്ടിന്റെ സെറ്റിൽഡ് ആണ്. ഫ്രണ്ടില് ഗാക്പോ എപ്പോഴും കളിക്കും അങ്ങനെ. പിന്നെ ഇസാക്ക് ഫിറ്റ്നസ് ആയ ഇസാക്ക് സ്ഥിരം കളിക്കും. അവിടെ ഒന്നും പ്രശ്നമില്ല. ഈ മിഡ്ഫീൽഡും ഇതുപോലെ സ്ഥിരം കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഇവരൊന്നും എൻഡോയോ അല്ലെങ്കിൽ ഗിയോസ് എന്നാൽ അവർക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഡിഫൻസിൽ അങ്ങനെയല്ല. കെർക്കസ് ഇടയ്ക്ക് കളിക്കും, റോബോ ഇടയ്ക്ക് കളിക്കും. റൈറ്റ് ബാക്സ് അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങള് അതൊക്കെ ഉണ്ട്. അപ്പോ ഈ ഡിഫൻസിന്റെ പ്രശ്നം തന്നെയാണ് അതിന്റെ തുടക്കം. അവിടുന്നാണ് എല്ലാം തുടങ്ങണേ. കാരണം നേരത്തെ ക്ലോപ്പിന്റെ സമയത്ത് ഫ്രണ്ട് ആണ് ഡിഫെൻഡ് ചെയ്യണേന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പിറകിന്ന് ഡിഫെൻഡ് ചെയ്ത് അങ്ങനെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അതങ്ങനെ സെന്റർ ബാക്സും ഫോമിൽ അല്ലാത്തത് കൊണ്ടും ഈ ഫുൾ ബാക്സ് ഫോമിൽ അല്ലാത്തതും കൊണ്ടും കൂടി ആവണം ഈ ഡിഫെൻസീവ് ഓർഗനൈസേഷനിൽ സെറ്റ് പീസ് എന്ന് ഗോൾ മേടിക്കുന്നു. ഓവറോൾ ഒരു ഡിഫൻസിനോട് ഒരു ടീമിന് ഒരു തരത്തിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമ്മൾ ഇന്നലത്തെ ഗെയിമിൽ ലാസ്റ്റ് ആ ഗോൾ മേടിച്ചത്. ആ ഗെയിമൊക്കെ എനിക്ക് അവിടെയാണ് ദേഷ്യം, അല്ലെങ്കിൽ അവിടെയാണ് എനിക്ക് ഐ എം കൺഫ്യൂസ്ഡ്. സി സ്ലോട്ടിന്റെ ഒരുപാട് ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ കൂടെ 96th minute 97th minute against Chelsea we lost.
ആ ലാസ്റ്റ് മിനിറ്റില് വൈ കാണ്ട് ആലിസൺ, വാൻ ഡൈക്ക്, കൊണാട്ട് നമ്മുടെ ലീഡേഴ്സ് ആണ്. അവരങ്ങനെ കൺസിഡർ ചെയ്യാൻ പാടില്ലല്ലോ. അത് ശരിക്കും ഒരു ടീം ഇൻ ട്രാൻസിഷൻ ആണെങ്കിൽ മനസ്സിലാക്കും, കംപ്ലീറ്റ് ട്രാൻസിഷൻ. സംബഡി വിൽ ബി ലൈക്ക് വി ആർ നോട്ട് ഗോയിങ് ടു കൺസീഡ് എ ഗോൾ. ആ ഒരു ലീഡർഷിപ്പ് അവിടെ കാണാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് വേർ ഐ തിങ്ക് വി ആർ ലൂസിങ്. ഐ തിങ്ക് വി ആർ ലോസ് 7 to 8 points ലൈക്ക് ദാറ്റ്. ആ ഒരു ലാസ്റ്റ് മിനിറ്റില് വിതൗട്ട് ഒരു ഹെൻഡേഴ്സനെ പോലെ ഞാൻ പറയുന്നില്ല, ഒരു ലീഡർഷിപ്പിന്റെ ഒരു അഭാവം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. എനിവേ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഗുഡ് പാർട്ട്. ഹ്യൂഗോ എക്കിറ്റിക്കെ ഒറ്റ കാര്യം അടി ലീഡർഷിപ്പിന്റെ നമുക്ക് വേറൊരു പ്രശ്നം ഈ ബ്രിട്ടീഷ് കോറിന്റെ ഒരു പ്രശ്നം. ബ്രിട്ടീഷ് പ്ലേയേഴ്സേ അവര് ടീമിൽ അങ്ങനെ കഴിഞ്ഞ ട്രെൻഡ് എന്തൊക്കെ ഉണ്ടായാലും അവിടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. കേർട്ടിസ് അധികം കളിക്കുന്നില്ല. കേർട്ടിസിനെ ഒരു ലീഡറാക്കി കൊണ്ടുവരേണ്ട ഒരു ആവശ്യം, അതാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത്. ആളെ ലീഡർഷിപ്പ് റോളിലേക്ക് കൊണ്ടുവന്ന കുറെയൊക്കെ നമുക്ക് വ്യത്യാസം വരുത്തുന്ന എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ വൈസ് ക്യാപ്റ്റനെ നമുക്ക് ലാസ്റ്റ് പറയാം. നമ്മുടെ വൈസ് ക്യാപ്റ്റൻ സെക്കൻഡ് വൈസ് ക്യാപ്റ്റൻ ആയാലും എല്ലാം പുറത്തേക്ക് പോകാനുള്ളവരാണ്. ഐ മീൻ ഇവൻച്വലി എല്ലാം 30+ അല്ലേ. സ്വരൂപ് ഉറക്കൊഴിച്ചുള്ള ജോലിക്കാരൻ ഇങ്ങനെ ഉറക്കം തൂങ്ങി എന്തോ ആയിട്ടുണ്ട്. ഹ്യൂഗോ എക്കിറ്റിക്കിനെ കുറിച്ച് സ്വരൂപ് എവരാ? എക്കിറ്റിക്കയുടെ എന്താ, എനിക്ക് അയാളും ഇസാക്കും കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് കാണണം. അത് എന്നാ സംഭവിക്കാന്നുള്ളതാണ്. അത് ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. സ്ട്രൈക്കറിന് ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് പണ്ടേ ചെയ്തേനെ. പിന്നെ മീൻസ് പണ്ടേന്നല്ല, ഇഞ്ചുറി അല്ല, ഫിറ്റ്നസ് ഇഷ്യൂസ് ഇസാക്കിന്റെ അതൊക്കെ ഉണ്ട് കാര്യങ്ങൾ. പക്ഷെ ബാക്കപ്പ് ഒരാൾ വേണം. ഡാൻസ് ആയാലും മതി. ഡാൻസിനൊന്നും സ്ക്വാഡിലേ ഇല്ലല്ലോ. അതാ പറഞ്ഞേ. അയാളൊക്കെ കളിക്കുമ്പോ എന്ന് പറഞ്ഞാ ആൻഫീൽഡിലൊക്കെ ആണെങ്കിൽ അയാളുടെ കാലില് ബോള് അത്ര വലിയ സംഭവം ഒന്നും ആയിട്ടൊന്നും ഇല്ല. അക്കാദമി പ്ലെയർ കയറി വന്നു എന്ന് വെച്ചിട്ട് കാലില് ബോള് കിട്ടുമ്പോ ക്രൗഡ് മൊത്തം എന്ന് പറഞ്ഞ വെച്ചുണ്ടാക്കേണ്ട. കേർട്ടീസിന് കിട്ടുമ്പോ ഇല്ല, പക്ഷെ ഇവനൊക്കെ കിട്ടുമ്പോ എപ്പോഴും കാണാറുണ്ട്. അവനൊക്കെ ഒന്ന് ടീമിലേക്ക് വരണം. അങ്ങനെയുള്ളവര് ഗെയിം ഫിനിഷിംഗ് ആണെങ്കിലും ഐ തിങ്ക് ഹി വാസ് എക്സലന്റ് ആൻഡ് ഐ ആക്ച്വലി that's a sad part, no, when you lose like this. The headlines should have been about you, Ekitike. ആക്ച്വലി ഇക്കിറ്റിക്കയുടെ ഗോളില്ലേ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഞാൻ കാണുമ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന നൂനസിനെയാണ്. നൂനസ് ആണെങ്കിൽ അത് ഗോളാവില്ല, പക്ഷെ ഇയാൾ എന്ത് സുഖമായിട്ടാ നൂനസിനെ കണ്ട് നമുക്ക് ശീലമായതുകൊണ്ടാണോന്ന് അറിയില്ല, ഇയാള് എന്തൊരു രസമായിട്ടാ ഫിനിഷ് ചെയ്യണേന്ന് നമുക്ക് തോന്നണേ. സിമ്പിൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ 1-on-1 ചാൻസുകളൊക്കെ അടിച്ച് പറത്തും, അല്ലെങ്കിൽ ഗോളിക്ക് നേരത്തേക്ക് അടിക്കും. ഇത് നല്ല ക്ലിയർ ഫിനിഷ്. ഒന്നും ചെയ്യാൻ ഞാൻ ഇപ്പോഴും പറയുന്നു, this is not great, this is not good, but out of the among the things, കഴിഞ്ഞ 2 കളിയിലും നമ്മൾ we conceded and we scored again. ആ ഒരു സാധനം നമുക്ക് ഈ സീസണിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഡ്രൈവ് യൂഷ്വലി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ജസ്റ്റ് കൊളാപ്സ്. എത്ര വാങ്ങിയാലും നമ്മൾ പിന്നെയും വാങ്ങുന്നുള്ള അവസ്ഥയാണ്. ഈ 2 കളിയിൽ വി ട്രൈ ടു സ്കോർ അഗെയിൻ. റിസൾട്ട് അതിനുള്ള കിട്ടിയിട്ടില്ലെങ്കിലും വി ട്രൈ ടു സ്കോർ അഗെയിൻ ഇൻ ബോത്ത് ഗെയിംസ്. സോ there's some belief back or some kind of confidence. Okay, we can try maybe. എത്ര മോശം ടീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചത്, ബട്ട് ഐ ആക്ച്വലി ഐ എം സീയിങ് എ ലിറ്റിൽ, അതായത് വലിയ പ്രോഗ്രസ് അല്ല, പക്ഷെ ഒരു വി ആർ നോട്ട് ലുക്കിംഗ് ലോസ്റ്റ് കംപ്ലീറ്റ്ലി അല്ലേ. ലാസ്റ്റ് 2-3 games, both games we could have won. അതിന് മുമ്പുള്ള റൺ ഇറ്റ് വാസ് ലൈക്ക് എന്താ ചെയ്യുന്ന, എന്തിനാ ചെയ്യുന്നുള്ള ഒരു ധാരണ ഇല്ലായ്മയിൽ നിന്ന് ഐ ഫീൽ ദ ചേഞ്ച് ഇൻ ഫോർമേഷൻ, വേർഡ്സ് ഇൻ ദ മിഡിൽ ആൻഡ് ദ സ്ട്രൈക്കർ ഇസ് working to an extent, but again എന്ത് ഫോർമേഷൻ ഇറക്കിയാലും if we concede 2 or 3 goals a game ഒരു കാര്യമില്ല. ഇത്രയും പ്ലേയേഴ്സ് ഫോർവേഡിൽ കളിച്ചിട്ട് കാര്യമില്ല. സുദീപ് എന്താ പറയണത് നമ്മുടെ എക്കിറ്റിക്കയെ കുറിച്ച്? എന്തെങ്കിലും 2 വാക്ക് പോസിറ്റീവ് എല്ലാരും പറഞ്ഞു, അതുകൊണ്ട് അല്ല അത് പോസിറ്റീവ് തന്നെ പറയാനുള്ളൂ. എക്കിറ്റിക്കയുടെ 2 മാച്ച് let me make it interesting. Who is first choice? അല്ല, എക്കിറ്റിക്ക ആണോ ഇസാക്ക്?
രണ്ടുപേരും ഫസ്റ്റ് ചോയ്സ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഡിഫറൻസ് കാണിക്കാനാണ് പറഞ്ഞത്. എക്കിറ്റിക്ക് 2 മാച്ച് സബായിട്ടാണ് വന്നത്. ഇതിനു മുമ്പത്തെ 2 മാച്ച് സബായിട്ട് വന്നിട്ട് അതിന്റെ ഒരു റിയാക്ഷനും കൂടിയായിരുന്നു ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ 2 ഗോൾ അടിച്ചു, അങ്ങനെ വന്നു. അപ്പൊ അത് ഭയങ്കര പോസിറ്റീവ്. അത് ബെഞ്ചിലിരിക്കുന്ന ഒരു പ്ലെയർ ആ പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് കണ്ടിട്ട് അവിടെ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്ത് ഗോൾ അടിച്ചു, നല്ല ഒരു പൊസിഷനിൽ ടീമിൽ എത്തിച്ചു. അങ്ങനെ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ചില പ്ലേസിൽ ആരെയോ നമുക്ക് ഉന്നം വെച്ചാണല്ലോ പറയണേ. ആരെയാ അങ്ങനെ എനിവേ എന്തായാലും അത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ആ അപ്രോച്ച്. എക്കിറ്റിക്കയുടെ മെന്റാലിറ്റി ഭയങ്കര രസമല്ല എന്നുള്ള ഇതിൽ തന്നെ വന്നു. ആ രണ്ടുപേരും ഒരുമിച്ച് കളിക്കും എന്നുള്ളത് തന്നെയാണ്. ഇസാക്കും എക്കിറ്റിക്കയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും, അത് യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് റിയോ കളിക്കാത്തതിന്റെ ഒരു കാര്യം ഇതും കൂടി തന്നെ. എനിക്ക് തോന്നുന്നു പതുക്കെ റിയോന്റെ ആ ഒരു ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അത് ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള പ്ലെയർ ആണ് ആള്. ഇപ്പൊ സ്റ്റിൽ ലേണിംഗ് സ്റ്റേജ് ആണ്, 17 വയസ്സായിട്ടുള്ളൂ. വേണമെങ്കിൽ കുറച്ചുള്ളിലേക്ക് ഈ കിറ്റിക്കയുടെ ഒരു ഷാഡോയില് ആൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. പതുക്കെ ആളും കളിച്ചു തുടങ്ങുന്നുണ്ടാവും. ബാക്കപ്പ് വേണമല്ലോ ആ പൊസിഷനിൽ അവിടെ കളിക്കുമ്പോൾ. അപ്പൊ അതിന് നല്ല സാധ്യത കാണാനുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. ഇതാണ് പിന്നെ ഗോൾ അടിച്ചപ്പോ I was very happy. I was okay with the result because you would have been 5th on the table, and that would have made the squad, the team, and everybody feel good. പക്ഷേ ഡ്രോ ആയി. കാരണം yesterday it was a very എന്താ പറയാ, we'll move on to the other games. അത് ആ കണ്ടെക്സ്റ്റ് വെച്ച് പറയുമ്പോൾ ആർസണൽ ലോസ്റ്റ്. അപ്പോൾ ഈ ലീഡിന്റെ ഒരു 3 പോയിന്റ് താഴോട്ട് വന്നു. We gained 1 point. So 10 points of Arsenal. നമ്മൾ ലീഗ് ജയിക്കുന്നല്ല ഞാൻ പറയുന്നത്. സോ ലീഗ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക, നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. ചെൽസി ഡ്രൂ. സോ വി ഹാഡ് എ ഗുഡ് ചാൻസ് ടു കാച്ച് അപ്പ് വിത്ത് ദ ടോപ്പ്. നമ്മൾ ഒന്ന് അടുത്തെത്തിയേനെ. നമ്മുടെ ഇത്രയും ഒരു ദാറ്റ് റിയലി ഇമ്പാക്റ്റഡ് മീ മോർ ദാൻ ഇതിന് മുമ്പുള്ള ഗെയിമിൽ ഡ്രോ ആയപ്പോഴും സൺഡർലാൻഡ് ഡൈവേഴ്സിലേക്ക് ഒക്കെ ദേ ആർ എ ഗുഡ് ടീം, ഇറ്റ്സ് ഓക്കെ. ആർസണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല, ഉണായ് എംറിന്റെ റിവെഞ്ച് എന്താണ്? സ്വരൂപ് കണ്ടിരുന്നത് കളി? കണ്ട്. നല്ല രസമുണ്ടായിരുന്നു കളി, ആസ്വദിച്ചു. നമ്മുടെ കളി എന്തായാലും ആസ്വദിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവരുടെ കളി നന്നായിട്ട് ആസ്വദിച്ചു. Villa played well. എന്താ പറയാ, ഈ ഒരു ഹോൾ സീസണിൽ ഐ ഡോണ്ട് തിങ്ക് സംബഡി ഡോമിനേറ്റഡ് ആർസണൽ ദിസ് വേ. ഐ മീൻ ആർസണൽ വാസ് നത്തിങ് ഒന്നും അല്ല പറയുന്നത്, ബട്ട് കമ്പയർഡ് ടു യൂഷ്വൽ ആർസണൽ സ്റ്റാൻഡേർഡ് ഓഫ് ദി സീസൺ they didn't have much this the Villa ഗെയിമില്. വില്ല ഒരു at any point of time ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആർസണൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വില്ല മേഡ് ഷുവർ ദാറ്റ് നെക്സ്റ്റ് 10 minutes is for us. അതായത് how much is സുദീപ് പറഞ്ഞു. അല്ല, ഞാൻ വിചാരിക്കണത് ഈ ആസ്റ്റൺ വില്ല റിസൾട്ട് അങ്ങനെ ഒരു ഷോക്കിംഗ് റിസൾട്ടോ അങ്ങനെയൊന്നും അല്ല. ആസ്റ്റൺ വില്ല കുറെ മാച്ചായിട്ട് നല്ല ഫോമിൽ നിൽക്കുന്ന ടീമാണ്. ആസ്റ്റൺ വില്ലയുടെ ഹോം മാച്ചാണ്. ആർസണൽ അവിടെ പോയി കളിച്ച ആർസണലിന് എല്ലാ കളിയും ജയിക്കാൻ പറ്റില്ലല്ലോ ലീഗില്. അപ്പൊ അവര് ഒരു ടഫ് ഗെയിം അവര് നല്ല ഫൈറ്റ് ചെയ്തു, ലാസ്റ്റ് മിനിറ്റില് തോറ്റു. പക്ഷെ ആർസണലിന്റെ അതായത് Arsenal has won only 2 out of their last 5 games. So technically it's not league winning form. അതായത് ഈ വർഷത്തെയോ കഴിഞ്ഞ വർഷത്തെയോ ലീഗിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ക്ലോപ്പും പെപ്പും ബിൽഡ് ചെയ്ത് ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ ലീഗ് ടൈറ്റിൽ പോകുമ്പോൾ, ഈവൻ ആർസണൽ ഫോർ ദാറ്റ് മാറ്റർ, when Arsenal were chasing under Arteta itself for league against City, ഒരു ഡ്രോ വന്നാൽ അതിന് ഡ്രാസ്റ്റിക് റിസൾട്ട് ആയിരുന്നു. 2 പോയിന്റ് കുറഞ്ഞ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ലീഗ് ഹാസ് റിയലി കം ഡൗൺ. അഗെയിൻ വി ആർ ലുക്കിംഗ് അറ്റ് 84, 85, അതിലും താഴെയൊക്കെ ആവാൻ ചിലപ്പോൾ. സോ ആർസണൽ ആർ ഓൺലി 2 points ahead of City now. സോ ഒരു റിസൾട്ടിന്റെ വ്യത്യാസത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം പക്ഷെ ആസ് എ സീസൺ ആസ് എ ഹോൾ ടിൽ നൗ നമ്മൾ അനലൈസ് ചെയ്തപ്പോഴും, ഈവൻ ആർസണൽ ഫാൻസ് അനലൈസ് ചെയ്തപ്പോഴും, ദേ വേർ ഇൻ സുപ്രീം ഫോം. നമ്മൾ ആർസണൽ ഗോൾസ് കൺസീഡ് ചെയ്യുന്നില്ല, ആർസണൽ ഒരു തരത്തിലും അവര് വീക്ക്നെസ് കാണുന്നില്ല. ദേ ഹാവ് ഇൻക്രെഡിബിൾ സ്ക്വാഡ്.
again they may win the league again, they may win the league this season. ഞാൻ പറയുന്നത് all of a sudden how are they only 2 points ahead of City? ഡിസംബർ എത്തി. ഒരു കാര്യമുണ്ട് ഇതില്, നമ്മളും പണ്ടും പല സീസണിലും വി വർ ക്ലോസ് ഇനഫ് ബട്ട് വി നെവർ വെന്റ് ഓവർ സിറ്റി എന്ന് പറയുമ്പോഴും too many draws. Arsenal already has 4 draws, City has 1. ഈ ഡ്രോ ആൻഡ് വിൻ എന്ന് പറയല്ലോ, ഡ്രോ ആൻഡ് ലോസിൽ ആകെ ഒരു പോയിന്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പം ഈ സിറ്റി ക്യാൻ ലൂസ് 4 games and 1 draw, and Arsenal can draw 4 and maybe lose 2. ആകെ ഡിഫറൻസ് 1-2 പോയിന്റ് വ്യത്യാസം വരുന്നുള്ളൂ. യു ആർ അൺബീറ്റൺ എന്ന് പറയുമ്പോഴും, ഇതാണ് ഞാൻ നേരത്തെ സുധീർ പറഞ്ഞത്, വി ആർ അൺബീറ്റൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് പോസിറ്റീവ്. ഈ അൺബീറ്റൺ എന്ന് പറയുന്നത് ഡ്രോ ഇസ് നോട്ട് റിയലി an unbeaten run. 10 കളിയിൽ 10 ജയം 1 ഡ്രോ ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് ഇഫ് യു ആർ വിൻ ഡ്രോ ലോസ് ഡ്രോ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് an unbeaten run as such. ആ ഒരു സാധനമാണ് ആർസണൽ ആക്ച്വലി 4 games ഐ തിങ്ക് ദേ ഹാവ് ഓൾറെഡി ഡ്രൂ. 2 കളി തോക്കുകയും ചെയ്ത്. തോക്കാത്തത് കൊണ്ടാണ് ബേസിക്കലി എവരിബഡി എൽസ് ലൂസസ്. നമ്മൾ കുറെ തോറ്റ്, സിറ്റി 4 തോറ്റ്. അപ്പൊ എല്ലാവർക്കും ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോക്കുന്നുണ്ട്, ആർസണൽ തോക്കുന്നില്ല. അതന്നെ ഞാൻ പറയുന്നത്, ഇത്രയും തോറ്റിട്ടും നൗ ദ ലീഗ് ഇസ് ഓൺലി 2 points away ഫോർ അത്രയും ചെറിയ ഗ്യാപ്പാണ് വന്നിരിക്കുന്നത്. എനിവേ ഐ തിങ്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഇറ്റ്സ് ബിക്കമിങ് ടൈറ്റർ. വേറൊന്ന് ആസ്റ്റൺ വില്ലയുടെ കേസ് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, സാധാരണ ആസ്റ്റൺ വില്ലയെ പോലെ ഒരു ക്ലബ്ബ് ടോപ്പ് ടീം മീൻസ് ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ അത്ര ഇത്തിരി ഒരു സ്റ്റെപ്പ് ബാക്ക് സ്റ്റെപ്പ് വെക്കാനായിട്ടുള്ളൊരു ഇത് ഉണ്ടായിട്ടില്ല, അവരുടെ മനസ്സിലേ ഉണ്ടായിട്ടില്ല. അവർക്ക് അത് ഉറപ്പാണ്, ആഴ്സണലിനെ തോൽപ്പിക്കാൻ പറ്റുന്നുള്ളൊരു ഉറപ്പോടു കൂടിയാണ് അവർ ഇറങ്ങിയത് തന്നെ. ഫസ്റ്റ് ഹാഫിലൊക്കെ ബോൾ പൊസിഷൻ കൺട്രോള്, ബോളിലുള്ള കോൺഫിഡൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യും. അത് ആഴ്സണൽ ആയതുകൊണ്ടാണോ അത് സിറ്റിയുടെ അടുത്തും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ മീൻസ് ആഴ്സണലിനെ അവർ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു ഇതും കൂടിയുണ്ട്. ബാക്കി ക്ലബ്സ്, ഇങ്ങനത്തെ ക്ലബ്സ് ഈവൻ ഒറ്റയ്ക്ക് ടോപ്പിൽ ഇങ്ങനെ നിന്ന് പോയർന്നൊരു ടീമിനെ എതിരെ കളിക്കുമ്പോ ഡിഫെൻസീവായിട്ട് ഒട്ടും ചിന്തിച്ചിട്ട് പോലും ഇല്ല അവര്. നല്ല രസമുള്ള കളിയായിരുന്നു. അതുകൊണ്ട് ആഴ്സണലിന്റെ ഈ ഇഞ്ചുറീസ് ആർ റിയലി ഇമ്പാക്ടിങ് ദം. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സാധനം, ഗബ്രിയലും ഈ സലീബ, ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ്. ഈ ലാസ്റ്റ് മിനിറ്റ് കോർണർ അല്ലെങ്കിൽ അറ്റാക്ക് വരുമ്പോൾ there needs to be somebody to take charge of situation. I think, what do you think Odegaard as a captain? ഓഡേഗാർഡ് നല്ല പ്ലെയർ ആണ്, നല്ല ക്യാപ്റ്റൻ ആണ്. ഒരു ആർസണൽ ഫാൻസ് ഒന്നും അങ്ങനെ ഓഡേഗാർഡിനെ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ട് കണക്കാക്കിയിട്ടില്ല. or somebody commanding should be there. I don't see him taking charge of situation. Anyway, നമ്മൾ ആർസണലിനെ പറയുന്നില്ല, the still league leaders. Coming to City are hitting form. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഓരോ പോഡ്കാസ്റ്റിലും നമ്മൾ ചെൽസി ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആയേക്കും എന്ന് പറഞ്ഞു, അവർ പിന്നെ തോറ്റു ഡ്രോ അല്ലേ. ഇപ്പൊ സിറ്റി നമ്മള് they may not be there around എന്നൊക്കെ പറഞ്ഞു, they are now winning back to back. And I think Foden's form is something that is, we were talking about City being a Haaland team, but I think Foden is now joining the party. He is really good. ബേസിക്കലി പറഞ്ഞു വരുന്നത്, നമുക്ക് ബാക്കിയുള്ള ടീമിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കാം. അവര് താഴ്ത്തേക്ക് പോട്ടെ. നമ്മുടെ ലീഗ് is coming down. ലീഗ് nobody is running away with it anymore. ഇപ്പോഴുള്ള ലീഗില് ഇപ്പം ടോപ്പ് ആർസണൽ കഴിഞ്ഞ് 2 points താഴെ സിറ്റി, അതിന് താഴെ ആസ്റ്റൺ വില്ല, then there is a 5 point gap to Chelsea. പിന്നെ അങ്ങോട്ട് 1 point 2 point അത്ര നമ്മള് we are only 2 points away from top 4. എനിവേ നമ്മൾ മറ്റു ക്ലബിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടത്തി. we will talk about our team. സിറ്റിനെ കുറിച്ച് പറയണോ?
ഇന്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ. പറഞ്ഞില്ല. പറഞ്ഞു. വിൽ ഗോ ടു ഇന്റർ മിലാൻ ഗെയിം. ഇന്റർ മിലാൻ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ദി ഹാവ് ഇഞ്ചുറീസ്. ഗാക്പോ ഇല്ല, എന്തോ ഇല്ല, എൻഡോ ഇല്ല, കിയേസ സല ഇല്ല. ഇല്ല. സലക്ക് എന്തോ ചെറിയ ബാക്ക് പെയിനോ എന്തോ ഉണ്ടെന്ന് കേൾക്കുന്നത് അല്ലെ. ബെഞ്ചിൽ അപ്പോ ബാക്ക് ബാക്ക് പെയിൻ ആണെന്ന് കേൾക്കുന്നു. അപ്പോ സലയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇന്നലെ ഞാനും ഓബിനും ഒരു ലൈവ് പോയിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. അതുകൊണ്ട് സ്വരൂപിന്റെയും സുദീപിന്റെയും പോയിന്റ് ഓഫ് വ്യൂ എന്ന് കേൾക്കട്ടെ. ആദ്യം പറയണ്ട. സ്വരൂപ് അല്ല, ശരിക്കും ഇന്നത്തെ ലൈവില് ഫാൻസ് കൂടുതലും കമന്റ് ചെയ്ത് പോസിറ്റിവിറ്റിക്ക് വേണ്ട ബെഗിയായിരുന്നു. പോസിറ്റിവിറ്റിക്ക് വേണ്ടി സുദീപിന്റെ പോസിറ്റിവിറ്റി വേണമെന്ന്. സുദീപ് തന്നെ തുടങ്ങുക നല്ലത്. സലയുടെ കാര്യത്തില് സല ഞാൻ പറഞ്ഞു വരുന്നത്, സല ആബ്സല്യൂട്ട് ലെജൻഡാണ്. നമ്മുടെ ഒരുപാട് പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് ഗോൾസും ഇതൊക്കെ ചെയ്ത ഒരുപാട് എല്ലാ ട്രോഫീസും നമുക്ക് വേണ്ടി ജയിച്ചു. അങ്ങനെയുള്ള നല്ല ലെജൻഡറി പ്ലെയർ ആണ്, സംശയമൊന്നുമില്ല. പക്ഷേ എന്താ സംഭവിച്ചത്, അയാളുടെ ഫോം താഴേക്ക് പോയി. അയാളുടെ ഇപ്പൊ ജയിച്ചുകൊണ്ടിരിക്കുമ്പോ സല ഹാപ്പിയാണ്. സല സോഷ്യൽ മീഡിയയില് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇടുന്നു. ലിവർപൂൾ ക്ലബിന്റെ ക്ലബ് വീഡിയോസിലൊക്കെ സല ഓൾ പോസിറ്റീവ് സ്മൈൽ, അങ്ങനെ എല്ലാം അങ്ങനെയാണ്. എല്ലാം നല്ല റിയാക്ഷൻസ്, നല്ല പോസ്റ്റുകൾ ഇടുന്നു, നല്ല സോഷ്യൽ മീഡിയ കണ്ടന്റും ഒക്കെ. പക്ഷെ നമ്മളിപ്പോ ഒരു ക്രൈസിസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിനെ കുറിച്ച് പറയാനോ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് ഒരു ടൈം ലൈൻ ജസ്റ്റ് സൂചിപ്പിക്കുക. അതിന്റെ ഒരു പ്രോസസ്സ് അവിടെ തുടങ്ങിക്കഴിഞ്ഞു. സല അതിനെ കുറിച്ചൊന്നും പറയില്ല. നമ്മൾ കുറെ മാച്ച് തോറ്റു കഴിഞ്ഞപ്പോ അതിനെ കുറിച്ച് ഇതിലിപ്പൊന്നും പറയുന്നില്ല ഒരു സോഷ്യൽ മീഡിയയിലൊന്ന്. പക്ഷെ സല അതിനു മുമ്പ് സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് എന്താ, ആളുടെ കോൺട്രാക്ടിന്റെ പ്രശ്നം വന്ന സമയത്ത് കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി, ക്ലബിനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ആ സമയത്താണ് മീഡിയ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞത് ഇപ്പോ ലേറ്റസ്റ്റ് ഒരു സംഭവം എന്താ, 2.5 മാച്ച് ബെഞ്ചില് ആ ഒരു പുതിയ സ്റ്റൈലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രാൻസിഷൻ ട്രൈ ചെയ്യുന്ന ഒരു അവസ്ഥയില് വീണ്ടും മീഡിയയിൽ വന്ന് സംസാരിക്കുകയാണ്. എന്താ, സല ആകെ ഈ ക്ലബിനെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, ഒരു ലീഡർ, ഒരു ലെജൻഡ് പറയേണ്ട രീതിയിലല്ല സംസാരിക്കുന്നത്. ക്ലബിനെയൊക്കെ മോശമാക്കുന്ന രീതിയിലും ഒക്കെ സംസാരിക്കുന്ന ഒരു അവസ്ഥ വന്നു. ടീംമേറ്റ്സിനെ മുഴുവനും അവരെ മോശമാക്കുന്ന രീതിയിൽ, ഫാൻസിനെ മോശമാക്കുന്ന രീതിയിൽ, കോച്ചിനെ മോശമാക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ സംസാരിക്കുന്ന ഒരു അവസ്ഥ വന്നു. അത് ഭയങ്കര നമുക്ക് ഭയങ്കര വിഷമം തോന്നി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ. സലയെ പോലെ ഒരു ലെജൻഡ് ഇങ്ങനെയൊക്കെ ഒരു ബിഹേവ് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഇത് തോന്നി. അപ്പോ ഇനി എന്താണ് സലയുടെ നെക്സ്റ്റ് മൂവ്, അല്ലെങ്കിൽ എന്താണ് FSGയുടെ അല്ലെങ്കിൽ ആസ് എ ക്ലബ് നമ്മുടെ നെക്സ്റ്റ് മൂവ് എന്താണ്, ഫാൻസിന്റെ നെക്സ്റ്റ് അപ്രോച്ച് എന്താണ്, ഇതൊക്കെ ആകെ പ്രതിസന്ധിയിലായി നിൽക്കുക. അപ്പൊ നമ്മള് ഫാൻസ് ഓരോ ചേരിയിലേക്ക് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ചിലര് സല ഫാൻസിലായിട്ടും, ചില നമ്മൾ യുണൈറ്റഡിനെ ചെൽസിക്ക് യുണൈറ്റഡിനെ കുറിച്ച് പറഞ്ഞ പോലെയാ. സല ഫാൻസ് ഘടകം, സ്ലോട്ട് ഫാൻസ് ഘടകം, FSG ഘടകം, അത് കഴിഞ്ഞ് VVD ഘടകം, പിന്നെ ആന്റി സ്ലോട്ട് ഘടകം. അവർക്ക് സലയല്ല, എന്ത് വന്നാലും സ്ലോട്ട് പോയാൽ മതി എന്നുള്ള ഒരു ഇത്. അപ്പോ ഐ തിങ്ക് ഇറ്റ്സ് ഞാൻ ഇന്നലെ പറഞ്ഞു ഇതിനെ കുറിച്ചുള്ള കാര്യം. ഇനിയിപ്പോ സ്ലോട്ട് അതിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് സലയെ പറഞ്ഞതിനെ കുറിച്ച് സ്വരൂപ് എന്താ പറയുന്നത്? ഒറ്റ കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞു എക്കിറ്റെക്കയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. 2 മാച്ച് ബെഞ്ചിലിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ സല നേരെ തിരിച്ചാ, 2 മാച്ച് ബെഞ്ചിലിരുന്നപ്പോ പെർഫോം ചെയ്തത് മീഡിയയുടെ മുമ്പിലായി പോയി. അതാണ് ആ വ്യത്യാസം വന്നത്. അതാണ് പ്രശ്നം. അതാ സ്വരൂപ് പറഞ്ഞു. ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്തു. സല ഈ പറഞ്ഞ ഭയങ്കര ഇമോഷണൽ ആയ ക്യാരക്ടറായിട്ട് തോന്നുക. ഇപ്പോ ഒരു കളി നേരത്തെ സബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൾക്ക് മറ്റേ ഇൻസ്റ്റാ അക്കൗണ്ടിലൊക്കെ പോയിട്ട് മറ്റേ ലിവർപൂളിൽ ഇത് മാറ്റുക, അങ്ങനെ അതൊക്കെ ഭയങ്കര ബാലിശായിട്ട് തോന്നി. അതിപ്പോ എന്താ അതൊന്നും അറിയില്ല. അല്ല, ഡു യു തിങ്ക് ദാറ്റ് ആസ് എ പോയിന്റ് ടു ബി ഡിസ്ഗ്രണ്ട്, അതായത് എന്നെ 3 കളി കളിപ്പിച്ചില്ല, ഞാൻ ഈ ക്ലബിലെ ലെജൻഡാണ് പുള്ളി പറഞ്ഞ. എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയ കാര്യം,
ഈ ഇഷ്യൂല് ഐ എം ആക്ച്വലി കീപ്പിംഗ് സ്ലോട്ട് ഇഷ്യൂ അസൈഡ്. അതായത് സ്ലോട്ട് ഇവിടെ നിൽക്കണോ, സ്ലോട്ട് ഇവിടെ പോണോ, ടീം നന്നായി കളിക്കുന്നോ ഇല്ലയോ, അത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. കാരണം സലയുടെ ഒരു സ്റ്റേറ്റ്മെന്റിലും ഐ ഹവ് നോട്ട് സീൻ ഹിം ക്രിട്ടിസൈസ് സ്ലോട്ട് ആസ് സച്ച്. അതായത് ഓക്കെ എന്നോട് പറഞ്ഞില്ല, മിണ്ടിയില്ല എന്നുള്ള കാര്യം ഒഴികെ സ്ലോട്ടാണ് പ്രശ്നം എന്നയാൾ പറഞ്ഞിട്ടില്ല. സംബടി എന്റെ ക്ലബ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് 3 കളി കളിപ്പിച്ചിട്ടില്ല. ഐ ഹാവ് എന്താണ് തിങ് ഹി ടോൾഡ്, അതായത് ഞാൻ ഈ ക്ലബില് ലെജൻഡാണ്, ഞാൻ ഈ ക്ലബിന് ഇത്രയും നാൾ ഇത്രയും പെർഫോം ചെയ്തിട്ട് ഐ ഹാവ് ദ റൈറ്റ് ടു ബി ഇൻ ദ ടീം എന്നൊരു സാധനം പറഞ്ഞു. അതായത് റിഗാർഡ്ലെസ് ഓഫ് ഹൗ ഐ പ്ലേ, ഐ ഹാവ് ഏൺഡ് ദ റൈറ്റ് ടു ബി ഇൻ ദ ടീം. അതിനെ കുറിച്ച് എന്താണ്? അത് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല അതെന്തോ ഉദ്ദേശം. ഞാൻ ഇപ്പോ ഇത്ര കാലമായിട്ട് കളിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മള് പെർഫോം ചെയ്യാത്ത നമ്മൾ ഏത് പ്ലെയർ ആയാലും അയാൾ ഫോം ഔട്ട് ആവുന്ന ഒരു സമയം ഉണ്ടാവും. ഇപ്പൊ ഫോം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ഒരു 10-20 കളി വീണ്ടും കളിപ്പിക്കുക എന്ന് പറയണത്, മീൻസ് ഓപ്ഷൻസ് അവിടെ ഉള്ള സമയത്ത് കളിപ്പിക്കുക എന്ന് പറയണത്, അത് ഇറ്റ്സ് അപ് ടു മാനേജർ. അല്ലാതെ ലെജൻഡ് ആണ് എന്നെ കളിപ്പിക്കണം എന്ന് പറയണതില് എനിക്ക് അത്ര, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. He has put the manager in a very tough spot. സുദീപിന് നമ്മൾ ഇന്നലെ സംസാരിക്കുന്ന ഇത് ഒറ്റ കാര്യം ചെയ്യില്ല, ഈ ഫാൻസിനെ ഡിവൈഡ് ചെയ്യും, ഇളക്കും, അങ്ങനെയുള്ള മീൻസ് അയാളുടെ ഉദ്ദേശം അതാണെന്നാണ് എനിക്ക് മനസ്സിലാവണത്. യെസ്, ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം അത് മുഴുവൻ ഡിസ്കഷൻ കണ്ടിരുന്നു. എനിക്കന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അന്ന് കഴിഞ്ഞ ദിവസത്തെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ള ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മള് FSG MLB ഫോളോ ചെയ്യുന്നവര്, ബേസ്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അങ്ങനെയുള്ള ഒരു ഇതിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയാം എങ്ങനെയാണ് അവര് ഇങ്ങനെയുള്ള ഇഷ്യൂസ് അവർ ബോസ്റ്റണിലെ റെഡ് സോക്സിന്റെ ക്ലബിൽ എങ്ങനെയാ അവര്, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിൽ എങ്ങനെയാ ഡീൽ ചെയ്യുന്നത്. ഒരു റാഫേൽ ഡെവേഴ്സിന്റെ ക്രിസ്റ്റിന് അറിയാം അല്ലെ, റാഫേൽ ഡെവേഴ്സ് ഇതുപോലെ ആബ്സല്യൂട്ട് സ്റ്റാർ, സൂപ്പർ സ്റ്റാർ ആണ് അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. സലായുടെ പോലെ തന്നെ ആ ചെറിയ പ്രായത്തിൽ അവിടെ കളിച്ച് ഒരുപാട് മാച്ച് വിൻ ചെയ്യ, ഫാൻസിന്റെ ഫേവറേറ്റ് പ്ലെയർ, അങ്ങനെ വലിയൊരു പവർ, അത് ഫുൾ പൊസിഷനിൽ തന്നെയായിരുന്നു അങ്ങനെ അതില്. പക്ഷെ അവര് ആള് ഇതുപോലെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ സമയത്ത് അവര് ചെയ്തത് അയാളെ കളിപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക, അങ്ങനെയല്ല. അവര് ആ ഫ്രാഞ്ചൈസിക്ക് എന്താ ഇമ്പോർട്ടന്റ്, അവരുടെ ലോങ് ടേം ഫ്യൂച്ചറിന് എന്താ ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ വേറെ ഒന്നും നോക്കിയില്ല. ഡെവേഴ്സിനെ വേറെ ഇതിലേക്ക് സെല്ല് ചെയ്ത് ഫാൻസ് ഡിവൈഡഡ് ആയി. ഫാൻസ് അതിനെതിരെ ഒരുപാട് പോസ്റ്റ് ഇട്ടു, അതൊന്നും അവർ മൈൻഡ് ചെയ്തില്ല. ഫാൻസിന്റെ ആങ്കർ ഉണ്ടായിരുന്നു, ഇതുപോലെ 2 ചേരിയിലായി ഫാൻസ്. ഇപ്പോഴും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ. ഈ സീസൺ കഴിയുമ്പോഴും അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ സീരീസിന് അതിലേക്ക് കുറച്ച് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതേ രീതിയിൽ തന്നെയായിരിക്കും സലയെ ഇവര് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. FSG സലയുടെ ഈ അതൊന്നും അവര് വകവെക്കില്ല. അവര് പ്രോപ്പറായിട്ട് ഇതിനെ സലേ ഇനി പതുക്കെ എനിക്ക് തോന്നുന്നു ബ്രൈറ്റൺ മാച്ച് കളിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അതായിരിക്കും ലാസ്റ്റ് മാച്ച്. അത് കഴിഞ്ഞാൽ സലേ ഇതുപോലെ തന്നെ റാഫേൽ ഡെവേഴ്സിനെ ചെയ്ത പോലെ തന്നെ വേറെ ഇതിലേക്ക് കൊടുക്കാനും അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് ആയിട്ട് ക്ലബിനെ സ്ട്രോങ് ആക്കാനും ക്ലബിന്റെ ലോങ് ടേം ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ പറ്റിയ തീരുമാനമായിട്ട് FSG മുന്നോട്ട് പോകും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സലയുടെ ഡിസ്കഷൻ അവിടെ കഴിഞ്ഞു. ടോക്ക് അബൌട്ട് സ്ലോട്ട്. സ്ലോട്ടിന്റെ സ്റ്റേറ്റ്മെന്റ്സ് വന്നു. ഓബിൻ, എന്താണ് സ്ലോട്ടിന്റെ ഒരു അപ്രോച്ച്? ആക്ച്വലി ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്ലോട്ടിന്റെ ഓരോ ലൈവ് പ്രസ് കോൺഫറൻസ് കോട്സ്. ഇറ്റ്സ് സർപ്രൈസിങ്. Salah എന്നല്ല, Slot is saying, I am polite usually, but that does not mean I am weak. അതൊക്കെ കുറച്ചൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മേ ബി ഇറ്റ്സ് നത്തിങ്, മേ ബി ഇറ്റ്സ് സംതിങ് എൽസ് ആസ് വെൽ. ബട്ട് ഒരു പ്രസ് കോൺഫറൻസിൽ ഇരുന്നിട്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്ന് വെച്ചിട്ട് എന്റെ തലയിൽ കയറാൻ നിൽക്കണ്ട. ഐ മീൻ ഐ സ്റ്റിൽ ഹാവ് ദ പവർ ടു ഡു തിങ്സ് ഹിയർ. അതില് വേറൊരു കാര്യമുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സ്ലോട്ട് പറയുന്നത്, അതായത് എന്റെ ജോലി ടീം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ മാനേജർ ആയതുകൊണ്ട് എനിക്ക് ശമ്പളം തരുന്നത് എന്റെ ടീം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ ഡിസിഷൻ എടുക്കുന്നതിന്റെ കോൺസിക്വൻസ് മറ്റുള്ളവരിലേക്ക് വരുന്നത് അത് ശരിയല്ല. അതായത് ശരിക്കും
ഇങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് ആയ ഒരു സറൗണ്ടിങ് വരുമ്പോൾ ഇറ്റ്സ് എഫക്ട്സ് നോട്ട് ജസ്റ്റ് ദ പ്ലേയേഴ്സ്, ദ സ്റ്റാഫ്, ദ ഹോൾ മൂഡ്, ദ അറ്റ്മോസ്ഫിയർ. ആൻഡ് വാസ് ഇറ്റ് വർത്ത് ഇറ്റ്? കാരണം എന്റെ ഓക്കെ, ഐ എം കംപ്ലീറ്റ്ലി ഇപ്പൊ സല മേ ബി ഈസ് എ ലിവർപൂൾ ഫാൻ, ഹിസ് മദർ, ഹിസ് ഡോട്ടേഴ്സ്, ഹിസ് വൈഫ് ലിവർപൂളിൽ 9 വർഷം ജീവിച്ചു. he must be a proper hardcore Liverpool fan. And നമ്മൾ എല്ലാ ഫാൻസും നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ he must be feeling that Slot is not doing something right. Okay, fair enough. അല്ലെങ്കിൽ FSG is not doing something right, Hughes and Edwards do something right. But ഇനി ആകെ 2 മാച്ചേ ഉള്ളൂ, അത് കഴിഞ്ഞ് 1 മാസത്തേക്ക് സല ഇല്ല. അതായത് സല ഇതിനെ കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും he is not here for 1 month. അപ്പൊ ആ 1 month he could have seen what Slot anyway. ഇപ്പൊ ഇവനില്ലെങ്കിൽ സ്ലോട്ടിനെ ഇവനെ പിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഈ കുഡ് ഹാവ് വെയിറ്റഡ് ആൻഡ് സീൻ, ഓക്കെ സ്ലോട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാനില്ലാത്തപ്പം, ഓക്കെ അതാണോ അയാൾ ഉദ്ദേശിച്ചത് എങ്കിൽ തിരിച്ചു വന്നിട്ട് ഞാൻ ആ പൊസിഷനിൽ കളിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ടൈം അവിടെ സലക്ക് ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദ നീഡ്? ദ ടൈമിംഗ് ഇസ് വാട്ട് ഐ എം ആസ്കിംഗ്, നോട്ട് ദ ഹിസ് ഇന്റൻഷൻ ഓർ നോട്ട് ഈവൻ പുള്ളിയുടെ മെറിറ്റ് ഓഫ് വാട്ട് ഹി സേ. എന്തിനാണ് ഒരു മാച്ച് കഴിഞ്ഞ് ടീമും ലാസ്റ്റ് മിനിറ്റ് ഗോൾ കൺസീഡ് ചെയ്ത് എല്ലാ ഫാൻസും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പുറത്തു പോയി ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസ് സ്ലോട്ട് പറയുന്നതും, അതായത് നമ്മൾ വരുന്നില്ല അടുത്ത മാച്ചിന് സല ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ ഓബിൻ നമ്മൾ ലൈവ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, അതായത് ഗാക്പോ ഇല്ല, കിയേസ ഇല്ല, എൻഡോ ഇല്ല. അപ്പൊ ഗാക്പോയും കിയേസ ഇല്ലാത്ത സ്ഥിതിക്ക് ഫോർവേഡ് എക്കിടിക്കെ വിൽ കം ടു ഇന്റർ ഗെയിം. എക്കിടിക്കെ ഷുഡ് പ്ലേ ലെഫ്റ്റ് വിങ്, നമ്മുടെ ഇസാക്ക് നമ്പർ 9, സോബോസ്ലൈ റൈറ്റ് വിങ് കളിക്കട്ടെ. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് ഹാവ്, ഇഫ് സല വാസ് ദേർ ഹി കുഡ് ഹാവ് പ്ലേഡ് ഓർ ഹി മേ ഹാവ് പ്ലേഡ് ഈവൻ. സോ നൗ വി ഡോണ്ട് ഹാവ് ദാറ്റ് ഓപ്ഷൻ. Fans, നിങ്ങളുടെ കമന്റ്സ് പറയൂ. ഐ നോ there are a lot of Salah fans who don't agree with this point of view, which is fair enough. അതായത് സല ഇത്രയും ഫോം ഔട്ട് ആവാൻ കാരണം സ്ലോട്ടാണ്, അതുകൊണ്ട് സ്ലോട്ട് പോയിട്ട് അടുത്ത ആള് വന്നിട്ട് സല പഴയ പോലെ കളിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. അതിലും തെറ്റ് പറയാനില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. വൺ തിങ് ഈസ് സ്ലോട്ട് ഇപ്പൊ ഉദ്ദേശിക്കുന്ന 4-4-2 ഇഷ്യൂ, 2 നമ്പർ 9 വാങ്ങുകയാണെങ്കിൽ ബേസിക്കലി പ്ലേയിങ് ബോത്ത്, റൈറ്റ്? അപ്പം അതിൽ സല ഇസ് നോട്ട് ഇൻക്ലൂഡഡ്. അത് നമ്മൾ പണ്ടും ഇപ്പോഴല്ല, ഫെർമിനിയോ ഉള്ള കാലം മുതലേ പറയുന്നതാണ്. സല ഇസ് പ്ലേയിങ് ദാറ്റ് വെൽ വിത്ത് മാനെ അറ്റ് ദ അതർ സൈഡ് ഇസ് ബിക്കോസ് ഇറ്റ് വാസ് ഫെർമിനോ. അത് കഴിഞ്ഞിട്ട് വന്നത് ഡാർവിൻ ന്യൂനസ് ആണെന്നുണ്ടെങ്കിലും he started number 9. I mean, he's a striker but he was never there. When a striker comes, that is going to be slightly dipping. പക്ഷെ ഇത്ര ഡിപ്പ് ആവും ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് അഗൈൻ അതിലും ഒരു കാര്യം എന്താ വെച്ചാല്, എനിക്ക് തോന്നുന്നില്ല ലീഡ്സ് ഗെയിമിൽ സലനോട് പറഞ്ഞ സല നീ കളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സലക്ക് ദേഷ്യം വന്ന് പറഞ്ഞതാണെന്നുള്ളത്. ഇത് അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടാവണം. ഈ ഹോൾ തിങ് ബ്രൈറ്റൺ ഗെയിം ഈസ് മൈ ലാസ്റ്റ് എന്നുള്ള ഫീലിംഗ് ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവും. അതായിരിക്കണം that he is saying that, you know, everybody keep on notice, this might be my last. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാരും വിളിച്ചിരുന്നുണ്ട്. ഞാൻ ആലിസൺ പറഞ്ഞൊരു സാധനം വായിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് he's a great guy, great character, he's a legend for Liverpool, we have achieved so many things together, and of course personally it's not something that makes me happy, but we have in football not too much time to stay mourning about any situation. It's such a sad, നമ്മൾ പണ്ട് മറ്റ് ക്ലബിൽ കണ്ട സാധനങ്ങളാണ് ശരിക്കും ഇപ്പൊ നമ്മുടെ ക്ലബിൽ നടക്കുന്ന കാണുന്നത്. Would this have happened under Klopp എന്നൊരു ചോദ്യമുണ്ട്. But then would Salah have talked like this under Klopp എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? അതെ, വേറൊരു ഇതുള്ളത് പ്ലേയേഴ്സിന്റെ ഇടയിൽ ഡിവിഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്ലേയേഴ്സ് എങ്ങനെയാന്നുള്ളത്, സലയുടെ കൂടെ ഇപ്പൊ ഇതുപോലെ ഒരുപാട് വർഷങ്ങൾ സലയുടെ ഒപ്പം ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് അവരിത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട. ഇപ്പൊ ആലിസൺ വന്ന് പറഞ്ഞു, VVD കഴിഞ്ഞ ദിവസം സംസാരിച്ചു. പുതിയ പ്ലേയേഴ്സ് ഉണ്ട്, 1 വർഷമായിട്ടുള്ളൂ സലയുടെ കൂടെ കളിക്കും, 1 വർഷം ആയിട്ടില്ല, അവരെന്താ അപ്രോച്ച് ആയിരിക്കും എന്നുള്ളത്. ഇതെങ്ങനെ ഡിവൈഡഡ് ആക്കുമോ എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമുക്ക് നോക്കാവുന്നതാണ് എന്താ സംഭവിക്കുക എന്നുള്ളത്. സീനിയർ പ്ലേയേഴ്സ്
ഓഫ് കോഴ്സ് അവര് സലയുടെ സൈഡിൽ വരും, പക്ഷെ അവർക്ക് സ്ലോട്ടിനെ പിടക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ. ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷൻ. അങ്ങനെ വരികയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഈ ഇതേപോലെ ഇഞ്ചുറിയും അല്ലെങ്കിൽ വല്ല ബെഞ്ചിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. So Allison പറയുന്നത് him not being available is the consequence of what he did. He is smart enough to know that. I haven't spoken to Mo about how I want to talk. We have a good relationship. It's not just a teammate. We spend so much time together. We are good friends. Okay. You share so many moments together, happy moments, sad moments, that creates a bond between the people. I will have a conversation, but it's going to be private because it's personal. Doesn't seem like എന്താ പറയാ, നമ്മുടെ ഒരുപാട് ഫാൻസ് പറയുന്ന ഒരു പ്ലേയേഴ്സ് വിൽ സ്പീക്ക് ഫോർ സല എന്നുള്ള പൊസിഷൻ എനിക്ക് ഐ എം നോട്ട് ഫീലിംഗ് ഇറ്റ്. ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ്. ഇല്ല, ആലിസന്റെ കേസ് അയാള് ന്യൂട്രൽ ആയിട്ട് നിൽക്കുള്ളൂ. അയാള് ഒരു ജെന്റിൽമാൻ ക്യാരക്ടറാണ്. അയാള് അങ്ങനെ ഈ ടീം സ്പ്ലിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ ഒരു സംഭവത്തില് ഭാഗമാവുന്ന എനിക്ക് തോന്നുന്നില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് ഇപ്പോ ഈ യൂറോപ്പിലെ ഇതാകുമ്പോ പ്രസ് കോൺഫറൻസ് ആകുമ്പോ എന്തായാലും ഒരു പ്ലെയർ അതിൽ വരുമല്ലോ, പറയണോ. അത് കുറച്ച് ഇതില് ക്ലബിന്റെ ഒരു PR-ന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. പക്ഷേ they can also say that we don't want to talk about a situation. It's a situation between the player and the club എന്ന് പറയാം. അപ്പൊ Allison is speaking extensively on it. Like പുള്ളി പറയുന്നത് I hope he plays again for the club, but that's a personal relationship with the. It's a personal situation between Mo and the club. As his teammates and friends, we hope this is the best thing that happens for him. As a Liverpool player, we want the best for the club. We want a win-win situation for him and the club. അത് സംഭവിക്കും. I don't think his goal was to disrespect anyone. He had the freedom to talk on how he feels about his situation. Now it's important how we react. It's a very, very strong statement. It's a very different statement. Anyway, let's talk about the team. നമ്മൾ ഇതിന്റെ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ we will have multiple opinions about എല്ലാവരും ഫാൻസും. ഞാൻ ലാസ്റ്റ് ലൈവിലും പറഞ്ഞു ഫാൻസിനോട്, യു ക്യാൻ ബി സ്ലോട്ട് ഔട്ട്, യു ക്യാൻ ബി സല ഇൻ, യു ക്യാൻ ബി FSG out, you can be anything, but we are one fan base and it's important that we stay together because ഇതിലൊന്നും ഫാൻസിന് ഒരു ഇൻപുട്ട് കൊടുക്കാനില്ല because we don't know all the facts, we don't know what is happening, so let's see how it plays out. There's no point pointing fingers. നമ്മുടെ ഫാൻസ് തമ്മിൽ ഇതിനെ പറഞ്ഞ് സ്പ്ലിറ്റ് ആവാതെ നോക്കണം എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ്, because I don't think match going fans are going to be happy with what Salah said. And match-going fans are not going to be happy with what Slot is doing. So let us be fans and support the team whoever is playing. ഇതില് ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ നമ്മള് പറയാണ് ഇപ്പൊ സലക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ ഒബ്വിയസ്ലി ഈ 30+ ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാരും ഒരു ആശങ്ക അവർക്ക് ഉണ്ടാവില്ലേ, ഇനി നെക്സ്റ്റ് എനിക്കിത് ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ആ രീതിയിൽ കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത്. അതും ഒരു ഫാക്ടറാണ്. കാരണം നമ്മള് സൈനിങ് ചെയ്യണവർക്ക് 30+ കഴിഞ്ഞാൽ ലിവർപൂൾ ഫാൻസ്, ലിവർപൂൾ പ്ലേയേഴ്സിന്റെ ഫാൻസിനല്ല, എല്ലാവർക്കും ഇതേ സിറ്റുവേഷൻ അല്ലേ. ഐ മീൻ അവർക്ക് അറിയാം they won't give anybody who was above 30 they won't get a contract. അത് വെച്ച് നോക്കുകയാണെങ്കിൽ സല ആൻഡ് VVD got a contract. ബാക്കി ആർക്കും കിട്ടാൻ പോകുന്നില്ല, വേറെ ഒരാൾക്കും കിട്ടിയിട്ടില്ല ഇത് above 30. that's a club policy. 30+ കഴിഞ്ഞാൽ we won't give contracts. Maybe rolling one year contract or 2-year contract maximum for the one who touched 30. അതല്ലാണ്ട് യൂഷ്വലി കൊടുക്കാറില്ല നമ്മള്. റോബർട്ട്സൺ knows that this is his final year. പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു this is going to be his final year എന്നുള്ളത്. ആലിസൺ ആയാലും it probably will be. Okay, ഇതിന് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ആലിസന്റെ ആണ്. You have the freedom to talk, but you need to deal with its consequences. I think that is clear. As a team, it's not important how we feel. It's important how we react. And the reaction is to stay together and working hard. It's not about what's best for Mo or the team. It's about what's best for the club. Oh!
കുറച്ചധികം പറഞ്ഞോ എന്നൊരു ഡൗട്ട്. ഇതിപ്പോ എല്ലാരും പറയും ക്ലബ് ഇയർ ആണെന്ന്, അവസാനം ക്ലബിന്റെ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരെന്തായാലും അത് അങ്ങനെയാണെന്ന് പറയാനും സാധ്യതയുണ്ട്. ആലിസൺ വോണ്ട് ഗോ അഗെയിൻസ്റ്റ് ഇറ്റ്. ഇപ്പൊ PR പറയണമെന്ന് പറഞ്ഞാൽ ആലിസൺ പ്രോബബ്ലി വിൽ സേ ഇറ്റ്. അല്ല, Alisson doesn't have to. That's what I'm saying. He can just stop. He's going on and on about it. Anyway, team para. Who are we playing? I think it's going to be Alisson, Gomez, Ibu. Bradley plays because Bradleyക്ക് ബ്രൈറ്റൺ കളിക്കാൻ പറ്റില്ല, സസ്പെൻഡഡ് ആണ്. Okay, then Bradley. Then Gomez could play center half. അതെ, ഗോമസ് കളിക്കാം. Gomez has to play RB next game. He has to play RB. He cannot play 2 in 2 now. ഫ്രിംപോങ് വന്നു. ഫ്രിംപോങ് സിറ്റുവേഷൻ എന്താ? ബ്രൈറ്റൺ കഴിഞ്ഞിട്ട് കളിക്ക് വരും. ഓക്കെ, ലൈനപ്പ് ഓപ്ഷൻസ് ഉണ്ടോ നമുക്ക്? Bradley has to play. Alisson, Bradley, Konate, Van Dijk, Robertson. I think San Siro Robertson may play. Robertson. Yeah. Gravy, McAllister, Wirtz, Szoboszlai, Ekitike, Isak. കഴിഞ്ഞു. വേറെ ഓപ്ഷൻ ആർക്കൂടെ ഒറ്റ ഓപ്ഷൻ ഉള്ളത്? കേർട്ടസ് ജോൺസ് എവിടെ കളിക്കും, എപ്പോ കളിക്കും? ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ഇവിടുന്ന്. അല്ല, ഇനി മറ്റേ ഗ്രാൻഡർസിനെ സെൻട്രൽ ബാക്ക് കളിപ്പിക്കുന്ന പരിപാടി തുടങ്ങുമോ? മിഡ്ഫീൽഡറിൽ അങ്ങനെയാണ് വേറെ ഫ്രണ്ട് സിക്സിൽ ആളില്ല. അതുണ്ടാവില്ല. ജോൺസ് കൂടി അവിടെ കളിക്കണം, ബെഞ്ച് നേരെ വരണ്ട്. എനിവേ, സോ പ്രഡിക്ഷൻ പറയണോ? There is a high chance we might win. ഇത് പക്ഷെ എന്താ പറയാ, Inter is actually on great form by the way. അവരെ ഹോമിലുമാണ്, so they will have that. പക്ഷെ ഈ whole thing of it would be either a 4-0 win kind of thing or there could be opposite of it as well. ലോ ബ്ലോക്കിൽ 1-0 win അല്ലെങ്കിൽ ടൈറ്റ് ഗെയിം ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചിലപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അഡ്ഡപടലം മൂന്ന് ചെയ്യാൻ പോകുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ we'll be having people who like this is our game, we have to show that we are unity or a kind of thing and then play out everything. I would love to see a reaction from the team and the new players that Salah said he deserves to play and he deserves also. Okay, I samshayonnulla, but I want a reaction from Isak and Wirtz and Ekitike and show that we are ready to take on the man. Alle, that's what as a club രണ്ട് എക്സ്ട്രീം ആയിരിക്കും എന്നുള്ളതാണ്. ഇങ്ങോട്ടും അങ്ങോട്ടായാലും രണ്ടും എക്സ്ട്രീം ആയിരിക്കും. ഇതായിരിക്കും ഈ കളിയായിരിക്കും മിക്കവാറും വേർഡ്സ് ഗോൾ അടിക്കുന്നത്. ഒരു പുതിയ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നതിന്റെ ഒരു ഈ കളിയൊക്കെ ഗോമസിനൊക്കെ ഗോൾ എന്താ പറയാ, ഗോമസിന്റെ ഗോളിൽ കളി ജയിക്കുന്നു, ആ കൈൻഡ് ഓഫ് തിങ്, ആ ഒരു സാധനമൊക്കെ വരണമായിരുന്നു. മൂവി മേക്കിംഗ്. കേർട്ടിസ് ജോൺ ഗോൾ അടിച്ചിട്ട് ക്രസ്റ്റ് വെച്ചിട്ട് എൻജോയ് സെലിബ്രേറ്റ് ചെയ്യുന്നതും അതും നല്ല രസമുള്ള. ഈ ഡിസ്കഷൻ ഇപ്പൊ 1 മണിക്കൂർ. തോമസ് കഴിഞ്ഞ ദിവസം ഒരു അസിസ്റ്റ് ഒക്കെ ഇട്ടില്ലേ? ഗോളില്ല ജീവിതത്തില്. അല്ല, നമ്മള് ഇന്റർ ഗെയിമിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തു, ആലിസൺ സ്റ്റേഡിയമിനെ കുറിച്ച്. നമ്മൾ ഇന്റർ മിലാനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പൊ നല്ല ടീമാ, നല്ല ടീമാണ്. പക്ഷെ അവര് ഈ അടുത്തൊരു ബിഗ് മാച്ച് അവര് സാൻസിറോയില് AC മിലാന്റെ എതിരെ ഒരു ടോപ്പ് ഓഫ് ദി ടേബിൾ ക്ലാഷ് ആയിരുന്നു, അത് അവര് തോറ്റു. അവരുടെ മാനേജർ പോയതോട് കൂടി ദ ഹോൾ ബാലൻസ്, ഡിമാർക്കോ, ഇവരെ ഒരു എല്ലാം ഡൗൺ ആയിരിക്കും. But they're in good form. But let's see. ഏതാ കഴിഞ്ഞ 3 കളി അവർ ജയിച്ചു. Yeah, they're in good form. But they lost that. നമ്മൾ ലാസ്റ്റ് സീസൺ കണ്ട ഇന്റർ മിലാന്റെ ഒരു ഫ്ലൂയിഡിറ്റിയും ഇപ്പൊ സുദീപ് ശരിയാ കാണുന്നതാണ്. We don't see that anymore. Like I used to enjoy watching that formation. A 3 at the back വെച്ചിട്ട് ഡിമാർക്കോ മറ്റവനും കേറിപ്പോയി. It was fun to watch. But ഈ സീസണിൽ അത് ഇല്ല. ബട്ട് അഗൈൻ സാൻ സീറോ, ഇന്റർ മിലാൻ, ടഫ് ഗെയിം. ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ഇറ്റ്സ് എ എക്സ്ട്രീംലി ടഫ് ഗെയിം. കഴിഞ്ഞ സീസൺ ആണെങ്കിലും ഇറ്റ് വിൽ ബി എ ടഫ് ഗെയിം ഓൺലി. നമ്മൾ അവിടെ പോയി ജയിക്കുക എന്നുള്ളത് ഒരു ചാലഞ്ച് ആണ്. മൈ പ്രഡിക്ഷൻ, ഐ തിങ്ക് ഐ എം ഗോയിങ് ഫോർ എ 1-1 ഡ്രോ. 1-1. 0-1.
ഇറ്റ്സ് 2-0-0-2. അത് രണ്ട് എക്സ്ട്രീമിൽ ഡിപെൻഡ്സ് ഓൺ ഹൂ കൺസിഡർ. ആര് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they will go with that kind of margin. Okay. മെഡ്രിഡ് സിറ്റിയോ? പല ഫാൻസിനും താല്പര്യം ഉണ്ടാവും. സാബി അലോൺസോ ഇംഗ്ലണ്ടിലേക്ക് വരുന്നു, അവിടുന്ന് കളി തോക്കുന്നു, പെരസ് ഫോം വിളിച്ച് പറയുന്നു യു ആർ സാക്ട്. അവിടുന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് ലിവർപൂളിലേക്ക് അതേ ഫ്ലൈറ്റിൽ ഇറങ്ങുന്നു, ട്രെയിൻ കയറുന്നു, ലിവർപൂളിൽ എത്തുന്നു. സ്ക്വാഡ് നോക്കുന്നു, 3 at the back കളിക്കുമ്പോൾ 3 സെന്റർ ഡിഫൻഡേഴ്സ് ഇല്ല, ഫുൾ ബാക്സ് ഇല്ല. അത് സത്യം. പക്ഷെ നീ ഇവിടെ എനിവേ വി ഡിസ്കസ്ഡ് എ ലോട്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. രാത്രി നമ്മളിപ്പോ 1 മണിയാവാറായി റെക്കോർഡ് ചെയ്യുന്ന ടൈം. എല്ലാരും ബിസിയാണ്, തിരക്കാണ്. സുദീപിന് നാളെ ഓഫീസ് ഉണ്ട്. അപ്പൊ സ്വരൂപിന് എനിക്കില്ല നാളെ ഇലക്ഷന്റെ. ആണോ? മാച്ച് കാണില്ലേ? അതെ, മാഞ്ചസ്റ്ററിന്റെ കളി കാണാനുണ്ട്, അതുകൊണ്ട് നാളെ ലീവ്. യുണൈറ്റഡ്. ഓ ഞാനൊന്നുമില്ല. Okay, അപ്പോ we will be back on Thursday with a new episode. In case something drastic, anything happens, ആ സമയത്ത് ആരാ ഉള്ളത് അവരെ വെച്ച് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. ഐ തിങ്ക് ലാസ്റ്റ് ലൈവ് ഒരുപാട് ഫാൻസിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഷെയർ ചെയ്യൂ. അതായത് നമ്മള് 500 സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് എത്തിയിട്ടുണ്ട്. വി നോട്ട് പുഷിംഗ്. വി ഡോണ്ട് വാണ്ട് പീപ്പിൾ ഹു ഡോണ്ട് വാച്ച് ഫുട്ബോൾ ടു ഫോളോ us. ആൻഡ് ബട്ട് നിങ്ങൾ ഫുട്ബോൾ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് പീപ്പിൾ, ഇപ്പൊ ലിവർപൂൾ ഫാൻസ് ആവണമെന്നില്ല, whoever it is, keep sharing. We'll have a lot of new programs lined up for Christmas and transfer window and all that. We'll cover all the teams also. On that note, സുദീപ് ഒരു പോസിറ്റീവ് ആൾക്കാർക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവ് എനർജി എന്നിട്ട്. ഇല്ല, എന്തായാലും ഇപ്പോ നമുക്ക് കഴിഞ്ഞ മാച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞ പോലെ തോന്നി അല്ലേ? ഒരുപാട് സമയം. അത് കാരണം എനിവേ നമുക്ക് ഇനി സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോവാന്നുള്ളത്. ഈ മാച്ചിനേക്കാളും പുറത്ത് നടക്കുന്ന ഇവന്റ്സ് ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മാച്ചും കൂടി കാണാം. മാച്ചാണ് നമ്മൾ കളിക്കുന്നത് കാണാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ഇൻട്രസ്റ്റ്. അത് കാണുക, അത് എൻജോയ് ചെയ്യുക, അടുത്ത മാച്ച് കാണാം. ഓക്കെ.